ഗ്രേറ്റ് ടീം, ഗ്രേറ്റ് പ്ലേയേഴ്സ്, ഓഫ് കോഴ്സ് ഫാൻസ്. കേരളത്തിൽ സൂപ്പർ ലീഗ് കേരളയിൽ ഏതെങ്കിലും ഒരു ടീം ആരാധകരുടെ ചിറകിലേറി പറക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. അവരുടെ ഫാൻസിൻ്റെ മുമ്പിൽ കളിക്കുമ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ഞാനൊരു പന്ത് കളിക്കാരനാവുകയും ഞാൻ മലപ്പുറം എഫ് സിക്ക് പന്ത് കളിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് ഗൂസ് ബമ്പ് പറയുമ്പോൾ എൻ്റെ ഗൂസ് ബമ്പ് അടിക്കുന്നുണ്ട്. കാരണം ഞാനൊരു പന്ത് കളിക്കാരനായിരിക്കും, ഞാൻ മലപ്പുറം എഫ് സിക്ക് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നെ സൈൻ ചെയ്യുകയും ഞാൻ മലപ്പുറത്തിൻ്റെ ജേഴ്സി ഇട്ട് കളിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന പ്രശസ്തിയേക്കാൾ, നമ്മൾ വാങ്ങുന്ന പണത്തേക്കാൾ, നമ്മൾ ജീവിതത്തിൽ കമൻട്രി പറയുന്നതും കളിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ആരാധകർക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ടീമാണ്. ഇതിന് ഓട്ടോമാറ്റിക് എനർജിയാണ്, ഓട്ടോമാറ്റിക് പവർ വരുന്നതാണ്. നമുക്കറിയില്ല എവിടെ നിന്നാണ് ഈ പവർ വരുന്നത്, ഓട്ടോമാറ്റിക് പവർ. ഇത് ഞാൻ ഈ ഒരു കമ്പാരിസൺ നടത്തിക്കോട്ടെ. പണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് റയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും വലിയ ഡ്രീം ടീമുണ്ട്. ബെക്കാമും നമ്മുടെ ബ്രസീലിൻ്റെ റൊണാൾഡോയും ഫിഗോയും സിദാനും ഒരുമിച്ച് കളിച്ച റയൽ മാഡ്രിഡ്. ആ റയൽ മാഡ്രിഡിനെയാണ് ഇന്നത്തെ മലപ്പുറം അനുസ്മരിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. ആ റയൽ മാഡ്രിഡിനേക്കാൾ വലിയ വിജയങ്ങൾ പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച റയൽ മാഡ്രിഡ് നേടിയിട്ടുണ്ട്. അതേ ഞാൻ പറയുന്നത്, ഒരുപാട് താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിസ്റ്റം അങ്ങോട്ട് വർക്കൗട്ട് ആവണമെന്നില്ല. അത് അനസ് പറഞ്ഞു വെച്ചു. ഈ ഒരു പ്രോബ്ലം മലപ്പുറം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് അവസാനത്തെ മാച്ച് 26 മിനിറ്റ് കളി പിന്നിടുമ്പോൾ ഫോർസയ്ക്കെതിരെ 2 ഗോളിന് പുറകിലാണ് മലപ്പുറം. 0-2. അവിടെ നിന്ന് 4 ഗോൾ തിരിച്ചടിച്ച് അവസാനത്തെ മാച്ചിൽ നേടിയ 4-2 വിജയം. ആ ഒരൊറ്റ വിജയത്തിൻ്റെ എനർജി മാത്രം മതി മലപ്പുറം എഫ് സിക്ക് ഈ സീസണിൽ ചിലതൊക്കെ കാണിക്കാൻ. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് ഇപ്പോൾ മലപ്പുറം.